ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള PCBയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു PCB നമ്മൾ വാങ്ങിയിട്ടുള്ളത് NG ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വാട്സപ്പ് വഴി ഓർഡർ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മൊത്തം 2 PCB വാങ്ങിയിട്ടുണ്ട്. ഒരു PCBയുടെ റേറ്റ് വരുന്നത് 150 രൂപയും കൊറിയർ ചാർജ് വരുന്നത് 175 രൂപയാണ്. അങ്ങനെ മൊത്തത്തിൽ 2 PCBക്കും കൂടിയായിട്ട് 475 രൂപ ആയിട്ടുണ്ട്. അതായത് 500 രൂപയെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു PCBക്ക് 250 രൂപ വെച്ചായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസ്ക്ലൈമർ തുടക്കത്തിലേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മളിതെല്ലാം തന്നെ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളത് എവിടെ നിന്ന് വാങ്ങിച്ചു, എത്ര രൂപയെന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർ അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ PCB അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നാസ ബ്രാൻഡിൻ്റെ PCB ആണ്. അപ്പോൾ ഈ നാസ ബ്രാൻഡ് എന്ന് പറയുന്നത് NG ഇലക്ട്രോണിക്സിൻ്റെ തന്നെ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ആ ഒരു PCB ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പാക്കിംഗ് ആയാലും നല്ല പാക്കിംഗ് തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കോമ്പോണൻറ്റ് വാല്യൂസ് ഒന്നും തന്നെ ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല, കാരണം ഇത് വളരെ പഴയൊരു സർക്യൂട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വീഡിയോ റോക്കോളോടെ മറ്റു ഡിസൈനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ PCB ഡിസൈനും സർക്യൂട്ടും ഉൾപ്പെടെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു സർക്യൂട്ടും അതുപോലെ PCB ലേഔട്ടും ഒക്കെ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ടായിരിക്കും നമ്മൾ PCB അസംബിൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ PCBയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.6 mm ഗ്ലാസ് എപ്പോക്സിയിലാണ് ഈ ഒരു PCB ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 52001943യുടെ 5 പേരാണ് വരുന്നത്. അങ്ങനെ മൊത്തം 10 ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഡ്രൈവ് ചെയ്യാനുള്ള ഡ്രൈവർ ട്രാൻസിസ്റ്റർ ആയിട്ട് D718ൻ്റെയും B688ൻ്റെയും ഒരു പെയറും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ 500 വാട്ട്സിൻ്റെ RMS ആണ് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു PCB അസംബിൾ ചെയ്യുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.